നമ്മുടെ അറ്റ്ലി അണ്ണൻ അല്ലു അർജുൻ വെച്ച് എടുക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് മുന്നേ ആൾക്കാർ പറയാൻ തുടങ്ങി ഈ സിനിമ മുഴുവൻ കോപ്പിയടി ആയിരിക്കുമെന്ന്. ആൾക്കാരെ കുറ്റം പറയാനും പറ്റില്ല. ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ പോലും വേറെ എന്തിൻ്റെങ്കിലും കോപ്പി അടിക്കാണ്ട് പോകുമാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ആ ഡ്യൂണിന്റെ പോസ്റ്ററിനെ അതേപോലെ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നോക്കാനും പറയാനൊന്നും ആരും ഇല്ല ഇവരുടെ കൂടെ. വലിയൊരു ബഡ്ജറ്റിലാണ് അറ്റ്ലി ഇപ്പൊ പുതിയൊരു സിനിമ അനൗൺസ് ചെയ്തിരിക്കുന്നത്. 6ാമത്തെ സിനിമയാണ് അറ്റ്ലിയുടേത്. അല്ലു അർജുന്റെ 22ാമത്തെ സിനിമ. പിങ്കുവില്ല എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയ പറയുന്നത് 800 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സൺ പിക്ചേഴ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരൊക്കെ എത്ര കോടിയാണ് മേടിക്കുന്നത് എന്നുള്ളതിന്റെ കണക്ക് കൂടെ വന്നിട്ടുണ്ട്. 175 കോടിയാണ് അല്ലു അർജുന്, അറ്റ്ലിക്കാട്ടെ 100 കോടി രൂപയും. 250 കോടി മാത്രം VFXന് ചെലവാവെന്നും പറയുന്നുണ്ട്. എന്തോ ഒരു സയൻസ് ഫിക്ഷൻ പാരലൽ വേൾഡ് എന്തോ സംഭവമാണ്. അല്ലു അർജുൻ ഡബിൾ റോളിലാണെന്നൊക്കെയാണ്. പിന്നെ അറ്റ്ലിന്റെ സിനിമയാണല്ലോ, 2 3 4 ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇവരൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇവര് മറ്റേ US പോയിട്ട് ഹോളിവുഡിൽ പോയിട്ട് ആ ലോല VFXലും അയൺ ഹെഡിലൊക്കെ പോയിട്ട് ആ VFXലെ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. ഈ അയൺ ഹെഡും ലോലയൊക്കെ ഈ മാർവലിന്റെയും ഈ അവതാറിന്റെ ഒക്കെ VFXും CGI ഒക്കെ ചെയ്യുന്ന ടീംസാണ്. അതിൽ ഓരോ ആൾക്കാർ പറയുന്നത് ഇവരുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇവർ ഞെട്ടിപ്പോയി എന്നാ പറയുന്നത്. അങ്ങനെ ഇവരെ ശരിക്കും വഴിയില്ല, പക്ഷെ എന്തോ ഇവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പൈസ കൊടുത്ത് പറയിപ്പിച്ചാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഭയങ്കര സംഭവമായിരിക്കുന്നതാണ് സായിപ്പന്മാരൊക്കെ പറയുന്നത്. 2026 റിലീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഓഗസ്റ്റിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഹോളിവുഡിലെ സയൻസ് ഫിക്ഷൻ സിനിമകളിലും എടുത്തെടുത്ത് കുറച്ച് എടുത്തെടുത്ത് ഒരു സിനിമ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയാനും പറ്റില്ല. അറ്റ്ലി അണ്ണനാണ് ചിലപ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിച്ചാലും ഒന്ന് ഞെട്ടിക്കും. പക്ഷെ ഇതുവരെയുള്ള ഒരു ചരിത്രം അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഒരു ഡൗട്ട് ഉള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പാൻ വേൾഡ് ഒരു സംഭവമായി മാറുമോ? കമന്റ് ചെയ്യൂ, നമുക്ക് സംസാരിക്കാം.